ലോകം ഒരുപോലെ ഞെട്ടലോടെ കാണുന്ന ഒരു ഭീകരവാദ പാറ്റേൺ. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇന്ത്യയുടെയും പാകിസ്ഥാനിന്റെയും തലസ്ഥാന നഗരികളിൽ നടന്ന അതിശക്തമായ കാർ സ്ഫോടനങ്ങൾ തീവ്രവാദത്തിന്റെ ഭീകരമായ പുതിയ മുഖം തുറന്നു കാട്ടിയിരിക്കുകയാണ്. ഡൽഹിയിൽ റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന് സമീപം നടന്ന കാർ സ്ഫോടനവും അതുപോലെ തൊട്ടു പിന്നാലെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ജില്ലാ കോടതിക്ക് മുന്നിൽ നടന്ന ചാവേർ ആക്രമണവും യാദൃശ്ചികമല്ല. ഇത് രണ്ട് രാജ്യങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത ഭീകര ശൃംഖലയുടെ പ്രവർത്തനം തന്നെയാണ്. രണ്ട് സ്ഫോടനങ്ങളിലും ചാവേർ ആക്രമണ സാധ്യതകൾ അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിക്കുമ്പോൾ ആരാണ് ഈ ഭീകരരെ നിയന്ത്രിക്കുന്നത്? ചെങ്കോട്ടയെ ലക്ഷ്യമിട്ട് ജെയ്ഷെ മുഹമ്മദ് ബന്ധവും അതുപോലെ ഇസ്ലാമാബാദിനെ പിടിച്ചുകുലുക്കിയ താലിബാൻ ബന്ധവും ഒരുപോലെ ചർച്ചയാകുമ്പോൾ ഈ ഭീകരവാദങ്ങളുടെ പൊതുവായ വേരുകൾ എവിടേക്കാണ് നീളുന്നത്? ലോകരാജ്യങ്ങളെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദ് തീവ്രവാദത്തിന്റെ തീച്ചൂളയിൽ പുകയുകയാണ്. രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ മേഖലകളിൽ ഒന്നായ ഇസ്ലാമാബാദിൽ ജില്ലാ കോടതി സമുച്ചയത്തിന് മുന്നിൽ നടന്ന അതിശക്തമായ കാർ സ്ഫോടനം പാകിസ്ഥാന്റെ സുരക്ഷാ സംവിധാനങ്ങളെ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. തിരക്കേറിയ പ്രവൃത്തി സമയത്ത് ജനങ്ങൾ തിങ്ങി നിറഞ്ഞ കോടതി കവാടത്തിന് സമീപം നടന്ന ഈ ഭീകരാക്രമണത്തിൽ 12 പേർ വരെ കൊല്ലപ്പെട്ടതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 25-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം. ഒരു സാധാരണ സ്ഫോടനമല്ല, ഇത് ആസൂത്രിത ചാവേർ ആക്രമണമാണ് എന്ന് അന്വേഷണ ഏജൻസികൾ പ്രാഥമികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഭീകരവാദത്തിന്റെ ആസ്ഥാനം എന്ന ലോകം വിളിക്കുന്ന പാകിസ്ഥാൻ സ്വന്തം രാജ്യ തലസ്ഥാനത്ത് വെച്ചു തന്നെ തകർന്നു വീഴുമ്പോൾ എവിടെയാണ് സുരക്ഷാ വീഴ്ച സംഭവിച്ചത്? ആരുടെ പ്രതികാരമാണ് ഈ രക്തച്ചൊരിച്ചിലിന് കാരണം? ഇസ്ലാമാബാദിലെ സ്ഫോടനത്തിന്റെ വിശദാംശങ്ങളിലേക്കും സംഭവത്തിന് പിന്നിലെ ഭീകര ബന്ധങ്ങളിലേക്കും പാക് സർക്കാരിന്റെ പ്രതികരണങ്ങളിലേക്കും നമുക്ക് കടക്കാം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് ഇസ്ലാമാബാദിലെ G11 സെക്ടറിലുള്ള ജില്ലാ കോടതിയുടെ പ്രധാന കവാടത്തിന് സമീപം അതിശക്തമായ സ്ഫോടന ശബ്ദം കേട്ടത്. സ്ഫോടനത്തിന്റെ ശബ്ദം 6 കിലോമീറ്റർ അകലെ വരെ കേട്ടു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. പാർക്ക് ചെയ്തിരുന്ന കാറുകൾ പൂർണ്ണമായും കത്തിയെരിയുകയും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. പല കേസുകളുമായി ബന്ധപ്പെട്ടെത്തിയ അഭിഭാഷകർ, കക്ഷികൾ, കോടതി ജീവനക്കാർ, വഴിയാത്രക്കാർ എന്നിവരാണ് കൊല്ലപ്പെട്ടവരിലും പരിക്കേറ്റവരിലും അധികവും. നീതിന്യായ വ്യവസ്ഥയുടെ സ്ഥിരാ കേന്ദ്രങ്ങളിൽ ഒന്നിനെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടന്നതെന്നത് പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ പ്രതിസന്ധി തുറന്നു കാട്ടുകയാണ്. പാകിസ്ഥാനിലെ സ്ഫോടനത്തിന് ഉപയോഗിച്ചത് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ബോംബ് ആണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ബോംബിന്റെ സ്വഭാവവും സ്ഫോടന കേന്ദ്രത്തിലെ തെളിവുകളും ഇതൊരു സൂയിസൈഡ് കാർ ബോംബ് ആക്രമണമാണെന്ന് സംശയിക്കാൻ കാരണം നൽകുന്നു. ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ ആരെന്ന് ഇതുവരെയും ആരും ഔദ്യോഗികമായി അവകാശപ്പെട്ടിട്ടില്ല എങ്കിലും അന്വേഷണ ഏജൻസികളുടെ സംശയത്തിന്റെ മുന്നിൽ നീളുന്നത് തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാൻ TTP സംഘടനയിലേക്ക് തന്നെയാണ്. ഇസ്ലാമാബാദ് സ്ഫോടനം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പാകിസ്ഥാൻ സൈന്യം ഖൈബർ പത്തൂൺഖ്വ പ്രവിശ്യയിലെ ബാനയിലുള്ള ഒരു ആർമി കാഡറ്റ് കോളേജിൽ ഭീകരർ നടത്തിയ ബന്ദിയാക്കൽ ശ്രമം പരാജയപ്പെടുത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ ചാവേർ കാർ ബോംബറും മറ്റ് 5 TTP ഭീകരരും ഉൾപ്പെട്ടിരുന്നു. തങ്ങളുടെ പ്രധാനപ്പെട്ട ആക്രമണ പദ്ധതി പാളിപ്പോയതിന്റെ പ്രതികാരമായി സംശയം പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുക എന്ന താലിബാന്റെ രീതിയാണ് ഇസ്ലാമാബാദ് കോടതിക്ക് നേരെയും പ്രയോഗിച്ചത് എന്ന് വിലയിരുത്തപ്പെടുന്നു. വർഷങ്ങളായി പാക് സൈന്യം അടിച്ചമർത്തിയ TTP സമീപ മാസങ്ങളിൽ അതിശക്തമായി തിരിച്ചുവരുന്നതിന്റെ സൂചനയാണ് ഇസ്ലാമാബാദിലെ ഈ ഒരു ആക്രമണം. അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തി പ്രദേശങ്ങൾ വീണ്ടും ഭീകരരുടെ താവളമായി മാറുന്നതും പാക് ആഭ്യന്തര മന്ത്രാലയം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ് രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ ഗ്രീൻ സോണിൽ പെടുന്ന പ്രദേശമാണ്. ഇവിടെ തിരക്കേറിയ കോടതിക്ക് മുന്നിൽ സുരക്ഷാ പരിശോധനകളെ മറികടന്ന് ഒരു കാർ ബോംബ് എങ്ങനെ എത്തിയെന്ന ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കി. തലസ്ഥാനത്തെ ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളെ ഭീകരർ മറികടന്നു എന്നുള്ളത് പാകിസ്ഥാന്റെ സൈനിക നേതൃത്വത്തിനും സർക്കാരിനും വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. പാക് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി രാജ്യത്തെ ഭീകരവാദത്തെ വേരോടെ പിഴുതെറിയാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്ലാമാബാദ് പോലീസ് ഉടൻ തന്നെ സ്ഥലം വളയുകയും റെഡ് കോഡ് സ്ഥാപിച്ച് തെളിവുകൾ നശിപ്പിക്കപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്തു. ഫോറൻസിക് ഇന്റലിജൻസ് ടീമുകൾ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. ഈ കാർ ബോംബ് എവിടെ നിന്നെത്തി, ആരാണിത് ഓടിച്ചിരുന്നത്, പിന്നിൽ ഏതെങ്കിലും അന്താരാഷ്ട്ര ഭീകര സംഘടനകൾക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഇസ്ലാമാബാദിലെ കോടതിക്ക് മുന്നിൽ നടന്ന ഈ രക്തച്ചൊരിച്ചിൽ പാകിസ്ഥാന്റെ അസ്ഥിരത ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ വരച്ചു കാട്ടുകയാണ്. അഫ്ഗാൻ അതിർത്തിയിൽ നിന്നും ഭീഷണി നേരിടുന്ന TTPയെ നിയന്ത്രിക്കാൻ പാക് സൈന്യം കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമോ, അതോ രാജ്യം മറ്റൊരു ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പാകിസ്ഥാന്റെ നീതിന്യായ വ്യവസ്ഥയെയും ജനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഈ ഒരു ആക്രമണം രാജ്യത്തെ നിയമവ്യവസ്ഥയെ തന്നെ തകർക്കാനുള്ള ഭീകരരുടെ നീക്കമായി തന്നെ വിലയിരുത്തപ്പെടുന്നു. പാകിസ്ഥാൻ തലസ്ഥാനത്ത് നടന്ന ഈ ഭീകരാക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കും? TTPയുടെ തിരിച്ചുവരവ് പാകിസ്ഥാൻ സർക്കാരിന് എത്രത്തോളം ഭീഷണിയാണ്? കണ്ടു തന്നെ അറിയണം.